ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 42ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ വെറും ഒരു ഗ്രന്ഥമല്ല, അത് ജീവിതം മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സർവോപരി അത് ദൈവ നിവേശിതമാണ്. സ്നേഹമുള്ളവരെ, ചരിത്രത്തിൽ ചില കാലങ്ങൾ ഉണ്ടായിരുന്നു. ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ബൈബിളിനോട് വലിയ എതിർപ്പുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ബൈബിളിലെ പേപ്പർ ടോയ്ലറ്റ് പേപ്പറായിട്ട് ഉപയോഗിച്ചിരുന്നു. ഏറ്റവും വിഷമകരമായ ഒരു വസ്തുതയാണ്, നമുക്കറിയാം. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അത്. എന്നാൽ ബൈബിളിനെ അറിയാവുന്ന വ്യക്തികൾ ആ പേപ്പറെല്ലാം എടുത്ത് അതൊരുമിച്ച് വെച്ച് ആരും കാണാതെ വായിക്കുന്ന ഒരു കാലഘട്ടം. ഇനി ബൈബിളിനെക്കുറിച്ച് ഒട്ടും അറിയാത്ത വ്യക്തികൾ ആ പേപ്പറിലൂടെ പോകുമ്പം മനസ്സിൽ എന്തോ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പേപ്പറെല്ലാം അവിടെ നിന്നെടുത്ത് സ്വന്തം മുറികളിൽ ഭദ്രമായി സൂക്ഷിച്ച ഒരു കാലഘട്ടം. സ്നേഹമുള്ളവരെ, ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ബൈബിളിലെ വചനങ്ങൾ ശക്തിയേറിയതാണ്. നമുക്കറിയാലോ, സൂര്യനെ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതുപോലെ ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനത്തെ ഒരിക്കലും മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതിനെ അധിക്ഷേപിക്കുന്നവർ പോലും ഒരു കാലഘട്ടങ്ങളിൽ അതങ്ങനെയല്ല, തെറ്റിപ്പോയി എന്ന് പറഞ്ഞ നിമിഷങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളുമുണ്ട്. സഹോദരങ്ങളെ, 17ാം നൂറ്റാണ്ടിലെ വോൾട്ടയർ എന്ന് പറയുന്ന ഫ്രഞ്ച് തത്വചിന്തകൻ, അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: ഞാൻ മരിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ ഒരു മ്യൂസിയം പീസായി മാറുമെന്ന്. അദ്ദേഹം ബൈബിളിനെയും സഭ അധികാരികളെയും എതിർത്ത് സംസാരിച്ചു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അദ്ദേഹം മരിച്ച് 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതി ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുക്കുകയും അവിടെ വിശുദ്ധ ഗ്രന്ഥം പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ആർക്കും അതുകൊണ്ട് ഈ ബൈബിളിൻ്റെ ശക്തിയെ അധിക്ഷേപിക്കാൻ പറ്റില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരുപക്ഷെ അതിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തീവ്രത ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവൻ തരുന്നത് പോലും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും ഈ വചനത്തിൻ്റെ ശക്തിയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ അധികാരികൾ ഇങ്ങോട്ട് അയച്ചത്. ഒന്ന്, പ്രീച്ചിങ് മിനിസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്യുക. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് ബൈബിൾ പ്രിൻറ്റിംഗ് പ്രസ്, അതിൻ്റെ ചുമതല. എന്നെ അടുത്തറിയാവുന്ന ചില വ്യക്തികളൊക്കെ ചോദിച്ചു, അച്ചോ, ഇപ്പോഴത്തെ കാലത്ത് പ്രിൻ്റ് മീഡിയ അതിന് വാല്യൂ ഉണ്ടോ? ബൈബിളൊക്കെ അധികം ഇനിയും പ്രിൻ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്ന്. എന്നാൽ സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് പ്രിൻറ്റിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പ്രഘോഷിക്കുക, അതോടൊപ്പം തന്നെ വചനം പ്രിൻ്റ് ചെയ്ത് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രീച്ച് ചെയ്യുവാൻ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവമാണ് അനുഗ്രഹം തന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആകുന്ന, സന്തോഷിക്കുന്ന ഒരു മേഖലയുണ്ട്. കാരണം ഓരോ ദിവസവും ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻ്റ് ചെയ്യുന്ന ബൈബിളിൻ്റെ എണ്ണങ്ങൾ ഓരോ ദിവസവും ഓരോ വർഷവും കൂടുകയല്ലാതെ കുറയുന്നില്ല. അത് മലയാളം ഭാഷയിൽ മാത്രമല്ല, 17 ഭാഷകളിലുള്ള ബൈബിൾ നമ്മൾ അച്ചടിക്കുന്നുണ്ട്. അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. പ്രത്യേകിച്ച്
പാവപ്പെട്ട വ്യക്തികളുടെ ഇടയിലേക്ക് കൂടുതലായി അത് പോകുന്നുണ്ട്. ധാരാളം പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ ഓർക്കുക ബൈബിളിൻ്റെ ആധികാരികത. കാരണം ഒത്തിരി പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനം, ആ വചനത്തിൻ്റെ ശക്തി. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, സൂര്യനെ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. ആ വചനം ലോകമെമ്പാടും വ്യാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തും ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തും. ദൈവത്തിൻ്റെ വചനം 5 മേഖലകളിലാണ് നമ്മൾക്ക് ശക്തി നൽകുന്നത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളുടെ സമയത്ത് വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ വലിയ പ്രയാസമാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട്. രോഗത്തിലൂടെ പോകുന്നവരുണ്ടാവാം, അടിമത്തങ്ങൾ അതിലൂടെ മുമ്പോട്ട് പോകുന്നവരുണ്ടാവാം. ഇവയെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പം വലിയ അസ്വസ്ഥതയാണ്. ഇനി ഇതിൽ നിന്നൊരു മോചനമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ അടിമത്തങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വചനം തന്നെ പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ച ധാരാളം വ്യക്തികളെ, കുടുംബങ്ങളെ എനിക്കറിയാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വലിയ രോഗസൗഖ്യവും വിടുതലും ലഭിച്ച വ്യക്തികളെയും എനിക്കറിയാം. ആ വചനം ഇപ്രകാരമാണ്: കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. സ്നേഹമുള്ളവരെ, ഈ വചനം വലിയ ശക്തിയുള്ള വചനമാണ്. കാരണം ഈ രോഗമൊന്നും ഒരിക്കലും മാറില്ല. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മാനസിക സംഘർഷങ്ങൾ അയഞ്ഞു. പിന്നീട് പൂർണ്ണമായും സുഖമാക്കപ്പെട്ടവരെയും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. എൻ്റെ കുടുംബം, കർഷകരായ മാതാപിതാക്കൾ, അവരുദ്ദേശിക്കുന്ന രീതിയിൽ കൃഷി ലാഭകരമല്ലാത്ത സമയത്തൊക്കെ വലിയ വേദനയാണ്. ഞങ്ങളെ പഠിപ്പിക്കണം, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം. ആ സമയത്തൊക്കെ നിശബ്ദതയോടെ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് ബൈബിൾ വായിക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയുമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയണം. അങ്ങനെ പറയുമ്പോൾ അവർക്കും കൂടെ വലിയൊരു ശക്തിയാണ്, ഡെലിവറൻസാണ് ലഭിക്കുക. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, കാരണം മനസ്സൊന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അണമുറിയാത്ത ചിന്തകളുടെ പ്രവാഹമാണ്. കാരണം നടന്ന വഴികളിലൊക്കെ വലിയ പ്രതിബന്ധങ്ങളായിരുന്നു. നെഗറ്റീവ് എനർജി മാത്രം തരുന്ന ചിന്തകൾ, ദുഃഖങ്ങൾ മാത്രം. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ പറ്റുന്നില്ലാത്ത നിമിഷങ്ങൾ, ഉറങ്ങാനേ പറ്റുന്നില്ല. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും, പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുന്ന വ്യക്തികളുടെ അടുക്കൽ ഞാനൊരു വചനം കൊടുക്കാറുണ്ടായിരുന്നു. ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. രാത്രിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഉണർന്നെഴുന്നേറ്റു എന്ന് വിചാരിക്കുക ഉറങ്ങാതെ, അപ്പോൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. ആ വചനത്തിൻ്റെ ശക്തി വലുതായിരുന്നു. ആ വചനം ഇതാണ്: സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് 2-3 തവണ ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ വലിയൊരു വിടുതലാണ്, ശാന്തിയാണ് ലഭിക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾ ഉണർന്നു എന്ന് വിചാരിക്കുക ഒരു 2:30-3 മണി സമയത്ത്.
നിങ്ങൾക്കൊട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്ന് വിചാരിക്കുക. മാനസിക സംഘർഷങ്ങൾ, തിക്ത അനുഭവങ്ങൾ ഇങ്ങനെ അണപൊട്ടിയതുപോലെ വരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, അപ്പോൾ ഓർക്കുക സങ്കീർത്തനം 4:8. ചുരുക്കത്തിൽ ഈ വചനം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശക്തിയാണ്, ആത്മീയ സംഘർഷത്തിൽ നിന്നുള്ള അയവാണ് നമുക്ക് ലഭിക്കുക. രണ്ടാമത്തെ കാര്യം, വചനത്തിലൂടെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത് അധ്യായത്തിലെ 2-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ എന്ന്. സ്നേഹമുള്ളവരെ, മനസ്സിൻ്റെ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലെ ഇമോഷൻസ്, വികാരങ്ങൾ, അവയൊക്കെ ഒന്ന് നവീകരിക്കാൻ, അവയ്ക്കുമേലൊരു നിയന്ത്രണം വയ്ക്കുവാൻ സാധിക്കട്ടെ. CBT, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അത് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിന്തകളെ മാറ്റിയാൽ വികാരങ്ങളും പ്രവൃത്തികളും മാറും എന്ന്. അങ്ങനെയെങ്കിൽ മേൽപ്പറഞ്ഞ വചനവും പറഞ്ഞു വെച്ചത് ഇപ്രകാരമല്ലേ: നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവിനെന്ന്. മനസ്സിൻ്റെ നവീകരണം വഴി എങ്ങനെ നമുക്ക് രൂപാന്തരം സംഭവിക്കുവാനായിട്ട് സാധിക്കും? നമുക്കറിയാം, ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, 30 മുതൽ 40 വരെയുള്ള ശാരീരിക മാനസിക സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം മനസ്സിലെ വലിയ ദുഃഖങ്ങളും ഭാരങ്ങളുമാണ്. ആ ദുഃഖങ്ങളും ഭാരങ്ങളുമാണ് ഈ രോഗത്തിലേക്ക് നയിക്കുന്നത് എന്ന്. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് തന്നെ ആ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒന്ന് കണ്ടെത്താൻ സാധിക്കണം. നമുക്ക് ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ വെറുപ്പുണ്ട് എന്ന് തോന്നുക. ഓരോ ദിവസം ചെല്ലുന്തോറും വെറുപ്പും വിരോധവും കൂടിക്കൂടിയാണ് വരിക. അങ്ങനെ വന്നു കഴിയുമ്പം മനസ്സിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു. നമ്മൾ ഭയങ്കര അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു. സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അവിടെയാണ് ഈശോ പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഈശോ പറഞ്ഞ ആ പഠിപ്പിച്ച ടീച്ചിങ്സിൽ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളിൽ ഒന്നാണിത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പെട്ടെന്നങ്ങ് സാധിച്ചില്ലെങ്കിലും ആ വ്യക്തി, ആ കുടുംബം, ആ സാഹചര്യം മനസ്സിൽ വരുന്ന നിമിഷങ്ങളിൽ ദൈവമേ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് മാത്രം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ ഹീലിംഗ്, രോഗസൗഖ്യം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്ഷമിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊരു മൊമെൻ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? മാനസിക സംഘർഷം ഒഴിവാക്കി ജീവിക്കണമെങ്കിൽ വചനം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ആഗ്രഹമുണ്ട് ക്ഷമിക്കണമെന്ന്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ആ ഒരു പ്രാർത്ഥന, അതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ വിള്ളലുകൾ, അതിനെ അതിജീവിക്കുവാനായിട്ട് വചനം സഹായിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത് അധ്യായത്തിലെ 17ഉം 18ഉം വചനങ്ങൾ പ്രസക്തമാണ്. 17-ാമത്തെ വചനം പറയുന്നത് പ്രകാരമാണ്: തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത്. 18-ാമത്തെ വചനം പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിന് വിടുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, വചനം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രതികാരം ചെയ്യാനുള്ള വയലൻസ്, ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആനുകാലികമായ സിനിമകളും ആനുകാലികമായ സംഭവങ്ങളുമൊക്കെ പരിശോധിച്ചാൽ വലിയ പ്രതികാര ബുദ്ധിയോടെ, പ്രവൃത്തിയോടെ ഓരോ കാര്യങ്ങളും മനുഷ്യർ ചെയ്തു കൂട്ടുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, ഇതാ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഈ യുദ്ധങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സഹോദരങ്ങളെ? ശാശ്വതമായ ഒരു സമാധാനം ഈ യുദ്ധങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമോ? കാരണം
ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കും എല്ലാം ശാന്തമായെന്ന്. എന്നാൽ ഇതിൻ്റെ തിക്ത അനുഭവങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തികൾ അവർ റിബലായിട്ട് മാറും. പിന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഈ ലോകത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രതികാര ബുദ്ധി, അത് അടങ്ങാത്ത ജീവിത രീതിയിലൂടെ ലോകം മുമ്പോട്ട് പോവുകയാണ്. വലിയ ഭീഷണിയിലൂടെ, വലിയ ത്രെറ്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ചുരുക്കത്തിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തുറന്ന സംഭാഷണത്തിലൂടെ പരസ്പരം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ, വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ ശ്രമിച്ചാൽ ജീവിതം സന്തോഷമായി. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, വചനം നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ തിരിച്ചറിയാനും ഉപകരിക്കുന്നു. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, എനിക്ക് പറ്റില്ല, എനിക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിച്ചു കഴിയുമ്പം വലിയ ശക്തിയാണ് ലഭിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 43-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നീ എനിക്ക് ബഹുമാനനും പ്രിയപ്പെട്ടവനും പ്രിയങ്കരനുമാണ് എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് തോന്നുമ്പോൾ വചനം പറയുകയാണ്, നീ എനിക്ക് ബഹുമാനനാണ്, സ്വീകാര്യനാണ് എന്ന്. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം. ഇനി ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ സെഫാനിയയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ വചനം നമുക്ക് ശക്തി നൽകുകയാണ് ചെയ്യുക. 5-ാമത്തെ കാര്യം, വചനം നമ്മുടെയൊക്കെ സഹനങ്ങളുടെ സമയത്ത് നമ്മൾക്ക് ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ വേദനകളുണ്ട്, അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. തോബിത്തിൻ്റെ ജീവിതവും ജോബിൻ്റെ ജീവിതമൊക്കെ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവയിലേക്കൊന്ന് പിറകോട്ട് പോകാം. തകർച്ചയുടെ സമയത്ത് അവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തെ മറികടന്നത്, ജീവിതത്തെ അതിജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ജീവിക്കുന്ന വചനം വലിയ ശക്തിയുള്ളതായിട്ട് മാറും. ചുരുക്കത്തിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വലുതാണ്. ജീവിതത്തിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ആ വചനം നമ്മോട് കൂടെയുണ്ട്. ആ ജീവിതം സുന്ദരമാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.